ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ ചേരുകയാണ്. ശശികല ടീച്ചർ, ഈ ഹൈന്ദവ സംഘടനകൾ ഒപ്പം സാമുദായിക സംഘടനകൾ കഴിഞ്ഞ ദിവസം മലയരയ മഹാസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ അയ്യപ്പ ഭക്ത സംഗമത്തെ ചോദ്യം ചെയ്ത് രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒപ്പം ശബരിമലയെപ്പറ്റി ഏറ്റവും ആധികാരികമായി സംസാരിക്കാൻ അധികാരമുള്ള പന്തളം കൊട്ടാരം ഈ ഭക്തസംഗമം എന്ന പേരിൽ നിരീശ്വരവാദികൾ നടത്തുന്ന ഈ സമ്മേളനത്തെ ചോദ്യം ചെയ്ത് രംഗത്തെത്തുന്നു. സംഘപ്രസ്ഥാനങ്ങൾ മുഴുവൻ ഒന്നടങ്കം അയ്യപ്പസേവാ സമാജം ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്തുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിലും CPM സംസ്ഥാന സെക്രട്ടറി ആവർത്തിക്കുന്നത് ഈ സമ്മേളനവുമായി മുന്നോട്ട് പോകും. മാത്രമല്ല MV ഗോവിന്ദൻ പറയുന്നത് ഭക്തർക്കൊപ്പമാണെന്നാണ്. ടീച്ചർ, തീർച്ചയായും നമ്മൾ ആ ഭക്തർക്കൊപ്പം എങ്ങനെയാണ് എന്നുള്ളത് കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2018 നമ്മളത് വിശേഷിച്ച് കണ്ടു. CPM എത്രമാത്രമാണ് ഭക്തരോട് ചേർന്ന് നിൽക്കുന്നതെന്നും അവർക്ക് ഭക്തരോടുള്ള സ്നേഹ പരിഗണനകളൊക്കെ എന്താണ് എന്നും ഒക്കെ ഞങ്ങൾ 2018 ഏറ്റവും കൃത്യമായി കണ്ടത്. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ 1939 പിണറായിലെ പാറപ്പുറത്ത് രൂപീകരിച്ചത് മുതൽ അവര് പടിയൊങ്ങി നിന്നത് ഭക്തരുടെ മണ്ടക്കടിക്കാനാണ്. അപ്പൊ ഭക്തരുടെ അടുത്ത് വന്നാലല്ലേ, ഭക്തരോടൊപ്പം നിന്നാലല്ലേ മണ്ടക്കടിക്കാൻ പറ്റുള്ളൂ. അന്ന് മുതൽ ക്ഷേത്രങ്ങൾ എന്തിനാണ് അത് പൊളിച്ച് കപ്പ നടണം എന്ന് പറയുന്നവർ ആ ഭാഷ മാറ്റി ആരാധനാലയങ്ങൾ എന്തിനാണെന്ന് ചോദിച്ചില്ല. കാരണം അങ്ങനെ ചോദിക്കുമ്പോൾ മറ്റു പരിധി അതിനകത്ത് പെടും. അതൊന്നും പൊളിച്ച് കപ്പ നടണം എന്ന് പറഞ്ഞില്ല. അതും ഇഷ്ടംപോലെ ഭൂസ്വത്തൊക്കെ ഉള്ള ധാരാളം ആരാധനാലയങ്ങളുണ്ട്. പക്ഷെ ഒന്നിനെ പറ്റി ചോദിച്ചില്ല. എന്തിനാണ് ആരാധനാലയങ്ങൾ എന്നല്ല ചോദിച്ചത്, എന്തിനാണ് ക്ഷേത്രം, ഭഗവാൻ എന്തിനാ പാറാവ് ഞാൻ എടുത്തു ചോദിച്ചു. കാരണം ഭഗവാൻ എന്നേ പറയാൻ പറ്റും. മറ്റൊരു പരാമർശം ഇതിനകത്ത് വരാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവര് ഭക്തരുടെ അടുത്തേക്ക് വന്നിരുന്നത്. ഒരു ഗണപതി ഹോമം തൊട്ട് എല്ലാ കാര്യവും ഭക്തരോട് ചേർന്ന് നിന്നായിരുന്നു. കാരണം അടുത്ത് പറഞ്ഞാലല്ലേ ഭഗവതി ഹോമം ചവിട്ടി തെറിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മൾ വടകരയിൽ കണ്ടു, ഗണപതി ഹോമം ചവിട്ടി തെറിപ്പിച്ചു. പാർട്ടി ക്ലീനത്തിൽ, പാലക്കാട് നടന്ന പാർട്ടി ക്ലീനത്തിൽ ഭക്തരോടൊപ്പം ആയതുകൊണ്ട് അവർ തീരുമാനം എടുത്തു, ഒരു ഗണപതി ഹോമം പോലും സഖാക്കൾ വീട്ടിൽ നടത്തരുത്. കാരണം അവർ ഭക്തരോടൊപ്പമാണല്ലോ. ഭക്തർക്കല്ലേ അത്, ഭക്തർക്ക് ഇനി അത് ഇവർ നടത്തുന്ന വിഷമം വിചാരിച്ചിട്ടാവും. ഭക്തരോടൊപ്പം ആയതുകൊണ്ട് അവര് തീരുമാനം എടുത്തു, ഒരു ഗണപതി ഹോമം പോലും വീടുകളിൽ നടത്തരുത്. അതുപോലെ ഓരോ കാര്യങ്ങളും ആചാരങ്ങളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കണം എന്ന് പറഞ്ഞു. കെട്ട് നിറച്ചു പോയ അയ്യപ്പന്മാരെ ശാസിച്ചു. അച്ഛൻ കെട്ട് നിറച്ചു പോയത് പോലും മകന്, പാർട്ടി കാർഡുള്ള മകനെ ശിക്ഷാ നടപടിയെടുത്തതും ഭക്തരോടൊപ്പം നിന്നിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആരാധനകളുടെ അടിത്തറയായ ഗണപതിയുടെ ആരാധന അവിടം തൊട്ട് തുടങ്ങി അത് മിത്തായിരുന്നു. കാരണം ഭക്തരോടൊപ്പമല്ലേ. അപ്പൊ അവർക്ക് ഗണപതി മിത്തായിരുന്നു. അവർക്ക് മഹിഷാസുരനായിരുന്നു. ജയിലില് ദുഃഖിന്റെ ഒപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി അവർക്ക് മഹിഷാസുരനായിരുന്നു ആരാധ്യ പുരുഷൻ. എന്നാൽ ഒരു ഭക്തരോടൊപ്പമായിരുന്നു. ആ ഒപ്പം തന്നെയാണ് ഇപ്പൊ ഇവിടെ കാണിക്കുന്നത്. ഭക്തരോടൊപ്പമാണ് നിൽക്കുന്നത്. കാരണം പണം ആരുടെയും കഴിക്കില്ല. ഭക്തരുടെ പണം അവർക്ക് കഴിക്കില്ല. കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ഏതെങ്കിലുമൊക്കെ കള്ളപ്പണക്കാർക്ക് അത് വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു അവസരമായി ഈ ആഗോള, എല്ലാവരും പറയുന്ന പോലെ തന്നെ ആഗോള അയ്യപ്പ സംഗമമല്ല, ആഗോള നിക്ഷേപ സംഗമമാണ് നടത്തുന്നത്. പലതരത്തിലും അവർ നിക്ഷേപ സംഗമങ്ങൾ നടത്തിയുള്ളൂ. അതുകൊണ്ട് കേരളത്തിന് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. നേതാക്കൾക്ക് കാര്യം ഉണ്ടായിട്ടുണ്ട്, പാർട്ടിക്ക് കാര്യം ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഈ നിക്ഷേപ സംഗമങ്ങളൊന്നും നടത്തിയിട്ട് കേരളത്തിന് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ഇതൊരു നിക്ഷേപ സംഗമം. ഒന്ന് പണമുള്ളവരെ കണ്ടെത്തണം, ആരാണ് ഇവരെ. കാരണം ഏത് സമയത്ത് അവർക്ക് ചെല്ലാനും എവിടെ പോകാൻ, ചികിത്സയ്ക്കായി പോവുകയാണെങ്കിലും മറ്റെന്തിനായി പോവുകയാണെങ്കിലും ആതിഥ്യം സ്വീകരിക്കാനും അവരിൽ നിന്ന് സമ്മാനങ്ങൾ സ്വീകരിക്കാനും പണം സ്വീകരിക്കാനും ഒക്കെ പണക്കാരെവിടെയാ ഉള്ളതെന്ന് അറിയണം. പണം അയ്യപ്പ ഭക്തന്റെ ആണെങ്കിൽ അവർക്ക് കഴിക്കില്ലല്ലോ. അങ്ങനെ പണക്കാരെ കണ്ടെത്താനും അതിൽ നിന്ന് പിഴിഞ്ഞെടുക്കാനും ഉള്ള ഒരു അവസരമാണ്. മാത്രമല്ല ഇത് ഭാവിയിൽ വളരെ കൃത്യമായ അജണ്ടകളാണ് അവർ നടക്കുന്നത്. 2018 ഇത്രയും പേക്കൂത്തുകൾ കാട്ടിയവര് ഇപ്പൊ പെട്ടെന്ന് അവർക്ക് അയ്യപ്പ ഭക്തരോട് തോന്നിയ സ്നേഹം അത് നാളെ നമുക്ക് പ്രതികരണം തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ ചേർന്ന് നിന്നുകൊണ്ട് ഇവര് ഇവരുടെ മേലിൽ നിന്നുകൊണ്ടായിരിക്കാം ഇനി സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. ഇപ്പൊ ഞങ്ങൾ U-turn എടുക്കുമെന്നൊക്കെ പറയെങ്കിലും ഇതുപോലെ ഒരടക്കം ഉണ്ടായിട്ടില്ല. സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം തിരുത്താൻ വേണ്ടുന്ന ഒരു നടപടി എടുത്തിട്ടില്ല. അപ്പൊ മിക്കവാറും ഞങ്ങൾ ഭക്തരുടെ ഭാഗത്തു നിന്നാണ്. ഞങ്ങൾ അയ്യപ്പ ഭക്ത സംഗമമൊക്കെ നടത്തി. അപ്പൊ അയ്യപ്പ ഭക്തർ പറയുന്നത് യുവതികൾ പ്രവേശിച്ചോട്ടെ എന്നാണ് എന്ന് പറഞ്ഞ് ഇവരുടെ ജാമ്യത്തിലായിരിക്കും ഇനി ശബരിമലയിലെ ആചാര ലംഘനം നടക്കുക എന്ന് ഉറപ്പാണ്. അപ്പൊ ഇത്രയും കാലം, അതായത് പിണറായി ജനിച്ച മുതൽ നാളിതുവരെ ഹൈന്ദവ സമൂഹത്തിന് വേണ്ടിയോ ഭക്തർക്ക് വേണ്ടിയോ അവരുടെ ആചാരങ്ങൾക്ക് വേണ്ടിയോ ചെറുവിരൽ അനക്കാത്തൊരു വിഭാഗം ഇപ്പോൾ വരുന്നെങ്കിൽ അത് തീർച്ചയായും ആട്ടിൻതോലിട്ട ചെന്നായായിട്ട് തന്നെയാണ് വരുന്നത്. ആ മാരീച വേഷങ്ങളെ ഹൈന്ദവ സമൂഹം തിരിച്ചറിയുക തന്നെ ചെയ്യും. ശശികല ടീച്ചർ, ഒപ്പം ഈ MV ഗോവിന്ദന്റെ പ്രതികരണം തിരുവനന്തപുരത്ത് വരുന്ന ഘട്ടത്തിൽ അപ്പുറത്ത് KPCCയിൽ ഒരു പ്രസ് മീറ്റ് ഇന്നിപ്പോൾ നടന്നിട്ടുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയാണ്. VD സതീശൻ വാക്കുകൾ കൊണ്ട് ഈ അയ്യപ്പ ഭക്ത സംഗമത്തെ എതിർക്കുന്നു, ഭക്തർക്കൊപ്പമാണ് എന്നൊക്കെ പറയുമ്പോഴും നമുക്കറിയാമല്ലോ 2018 കോൺഗ്രസ് ഇത് പറയുന്നതല്ലാതെ
ഈ ഒരു കതറിട്ട ഒരാളെ പോലും നമ്മൾ പമ്പയിലോ സന്നിധാനത്തൊന്നും കണ്ടിരുന്നില്ല. ടീച്ചർ ഉൾപ്പെടെ അറസ്റ്റ് വരിക്കുകയും അവിടെ പ്രതിഷേധിക്കുകയും ഭക്തർക്കൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മഷിയിട്ട് നോക്കാൻ ഒരു കോൺഗ്രസ്സുകാരനെ അവിടെ പോലും കാണാനില്ലായിരുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ ഈ നിലപാട് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതല്ലേ ടീച്ചർ? തീർച്ചയായും അവരും ഭക്തരോടൊപ്പമായിരുന്നു. നമുക്കറിയാലോ, അത് 2018 ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഭക്തരോടൊപ്പം എന്ന് പറഞ്ഞത് കോൺഗ്രസ്സുകാരാണ്. അന്ന് ഈ വാക്ക് CPM ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ആ ഭക്തരോടൊപ്പം എന്ന് പറഞ്ഞവരെ നമ്മൾ എവിടെയും കണ്ടില്ല. ഏറ്റവും ആദ്യം നമുക്കറിയാം, തുലാമാസത്തിൽ നട തുറക്കുന്ന സമയത്ത് ആ സംക്രമത്തിന്റെ അന്ന് അവര് നിലയ്ക്കലൊരു സമരാഭാസം നടത്തി. അവരുടെ നേതാവ് സുധാകരനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അന്ന് ആ നിലയ്ക്കൽ ആ ഏറ്റവും വലിയ പോലീസ് ആക്ഷൻ നടന്നപ്പോൾ അതിന്റെ മുന്നിൽ വന്നു മസിലൊക്കെ പിരിക്കുന്ന ഒരു വലിയ ആളൊക്കെ ആയിരുന്നു സുധാകരനെ നമ്മൾ കണ്ടു. ഞാൻ വെച്ചിപ്പോന്നും ഒക്കെ പറഞ്ഞിട്ട് അയ്യപ്പ ഭക്തരുടെ മുന്നിൽ ഒരു ഷോ കാണിച്ച് അന്ന് മുങ്ങിയ സുധാകരൻ അടക്കമുള്ളവര് പിന്നെ നമ്മൾ ഈ സമരരംഗത്ത് എവിടെയും കണ്ടിട്ടില്ല. കാരണം ഖത്തറിൽ ചളി വരലെന്നൊരു സമരം അവർ നടത്തില്ല. അവര് പിന്നീട് പമ്പ വരെ പോകാൻ ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടായിരുന്നില്ല. പമ്പയിലൊരു സമരം നടത്തിയെന്ന് ഒഴിച്ചാൽ സന്നിധാനത്തേക്ക് പിന്നെ അവർ പോയില്ല. മാത്രമല്ല അവരത്തരത്തില് ഇങ്ങനെ സമരങ്ങൾ നടത്തും. അവർ പറഞ്ഞൊരു ന്യായമുണ്ട്, ഞങ്ങൾ അക്രമ സമരങ്ങളോട് അല്ലെങ്കിൽ ഇത്തരം ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമരം അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ നിയമ പോരാട്ടമാണ് നടത്തുന്നത്. പക്ഷെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഈ കേസ് ഇപ്പൊ നമുക്കറിയാം, കേസ് രണ്ടാമത് അവർ എടുക്കണമെന്ന് കാരണം നിയമ പോരാട്ടം തന്നെയാണ്. അപ്പൊ അത്തരം ആ നിയമ പോരാട്ടത്തിൽ അവര് ഈ പറഞ്ഞതൊഴിച്ച് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഒരു ഹർജി പോലും സുപ്രീം കോടതിയിൽ എത്തിയിട്ടില്ല. അന്ന് കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് പറയാം, പക്ഷെ അത് കോൺഗ്രസിന്റെ താല്പര്യത്തോടല്ല. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പ്രയർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം വ്യക്തിപരമായിട്ടാണ് ഒരു ഹർജി കൊടുത്തത്. ആ ഹർജിക്ക് നയ പൈസ കോൺഗ്രസ് പ്രസ്ഥാനം കൊടുത്തിട്ടില്ല. അദ്ദേഹം ആരിൽ നിന്നൊക്കെയാണ് എന്നോടൊക്കെ അദ്ദേഹം വ്യക്തിപരമായ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിലെ ചില സംഘടനകളൊക്കെ അദ്ദേഹത്തെ ആ നിയമ പോരാട്ടത്തിന് സാമ്പത്തികമായി സഹായിച്ചു. നമുക്ക് നേരിട്ടറിയാവുന്നതാണ്. അവര് ശബരിമല കർമ്മസമിതിയെയും സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അവരന്ന് പറഞ്ഞ കാര്യമാണ്, പ്രയർ ഗോപാലകൃഷ്ണൻ ഇതിന് കേസ് കൊടുക്കുന്നുണ്ട്, അപ്പൊ ഞങ്ങൾ അദ്ദേഹത്തെ സാമ്പത്തികമായി ഈ വിഷയത്തിൽ സഹായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹം പലരും മുന്നിലും കൈനീട്ടി ഒരു ഭിക്ഷക്കാരനെ പോലെ പണം കണ്ടെത്തിയിട്ടാണ് ആ കേസ് കൊടുത്തത്. ഒരിക്കൽ പോലും കോൺഗ്രസ് പ്രസ്ഥാനം KPCC അതിനുവേണ്ടി നയാ പൈസ കൊടുത്തിട്ടില്ല. എന്നാൽ ഇതേ KPCC ഒരു ഇന്ത്യക്കാരനും ദോഷമായി ബാധിക്കാത്ത, ഒരു ഇന്ത്യക്കാരനെയും പൗരത്വത്തിന് തൊടാത്ത CAA നിയമം വന്നപ്പോൾ 4 ഹർജിയാണ് സുപ്രീം കോടതിയിൽ കൊടുത്തത്. CAA പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞു. ഏറ്റവും അവസാനം നമ്മൾ വഖഫിന്റെ കാര്യത്തിലും കണ്ടു. അപ്പൊ അവിടെയൊക്കെ അവർക്ക് കോടതിയിലേക്കുള്ള വഴിയറിയാം, അവർക്കപ്പോൾ വക്കീലന്മാരുണ്ട്. എന്നാൽ ഈ ശബരിമല വിഷയം വന്നപ്പോൾ ഭക്തരോടൊപ്പം എന്ന് വായിട്ടലച്ചതല്ലാതെ അവരെ ജനകീയ പ്രക്ഷോഭത്തിൽ കണ്ടില്ല, നിയമ പോരാട്ടത്തിലും കണ്ടില്ല. അപ്പോ അതേ വാക്കുകൾ ഇവിടെയും ആവർത്തിക്കുന്നു, അവർ ഭക്തരോടൊപ്പം എന്നുള്ളത് അനുഭവമാണ് ഗുരു. അവരൊക്കെ രാഷ്ട്രീയ പിത്തലാട്ടമല്ലാതെ ഭക്തർക്കൊപ്പം ഭക്തർ പോകുമ്പോൾ ഇവരാരും ഉണ്ടാവില്ല എന്ന് അനുഭവത്തിൽ നിന്ന് പഠിച്ചത്. അത് തന്നെയാണ്. അതായത് MV ഗോവിന്ദന്റെയും അതോടൊപ്പം തന്നെ ഇരട്ടത്താപ്പ് മുന്നോട്ട് വയ്ക്കുന്ന VD സതീശന്റെയും നിലപാടുകളെയാണ് ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ തുറന്നു കാണിച്ചത്.